ഹായ് ഗായ്സ്, രാത്രിയിലത്തെ കലാപരിപാടികൾ ഇതാ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ടാണ് തുടങ്ങുന്നത്. കൃഷ്ണേട്ടൻ പിന്നെ ഇപ്പോൾ ജിമ്മിന് പോകണോണ്ട് തന്നെ രാത്രി ഇപ്പോൾ പുതിയ പുതിയ പരിഷ്കാരങ്ങളൊക്കെ ഉണ്ട്. സാലഡേ കഴിക്കും. അപ്പോൾ കുട്ടിയെ നോക്കണത് അച്ഛൻ എന്താ ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് കേട്ടോ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ ഞാനും പിന്നെ ഒട്ടും കുറവ് വരുത്തിയില്ല. നല്ല പ്രോട്ടീൻ റിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെറുപയർ എടുത്തിട്ട് വേഗം വേവിക്കാനിട്ട് കേട്ടോ. അതൊന്നും അല്ലാട്ടോ സത്യം പറഞ്ഞാൽ രാത്രിക്ക് ഉപ്പേരി കുറവായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കാമെന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ ക്യൂട്ട്നെസ് വാരി വിതറിയതിന് ശേഷം എന്താ ജിഷ്ണേട്ടൻ വീണ്ടും ജിഷ്ണേൻ്റെ കലാപരിപാടിയിലേക്ക് കടന്നുണ്ടാകും. മൂപ്പര് ഭയങ്കര സ്കെയിൽ വെച്ച് അളന്ന് മുറിക്കണ പോലെയൊക്കെയാണ് കഷ്ണങ്ങൾ ഓരോന്നും മുറിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ ബബ്ലൂസിൻ്റെ മിച്ചറിൻ്റെ പാക്കറ്റ് കിട്ടി. അത് പൊട്ടിക്കാനാണ് ഈ കിടന്ന് പാട് കുട്ടി പെടുന്നത്. പിന്നെ ഇതാ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നു കേട്ടോ. സാലഡിൻ്റെ ചെറുനാരങ്ങ മേടിക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ അവിടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ വലിയ കാര്യമാക്കാൻ പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പിന്നെ ഉപ്പേരി കാച്ചാനുണ്ട്. അപ്പോൾ ഈ കുത്തണ സാധനം ബബ്ലൂസ് കളിക്കണ സാധനമാണ് കേട്ടോ. കാരണം അത് മരത്തിൻ്റെ ആയതുകൊണ്ട് വലിയ കനല്ല. അപ്പോൾ അവൻ അതെടുത്ത് കളിക്കാറുണ്ട്. അതാണ് കേട്ടോ ഈ കിടന്നിട്ട് അവിടെ കിടന്നത് കിട്ടാൻ വേണ്ടാണ്ട് കാണിക്കണത്. പിന്നെ ആ കൂട്ടാൻ അടുപ്പത്ത് വെക്കണതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു. അതും കൂടി കഴുകി വെച്ചു. അപ്പോഴേക്കും പിന്നെ ഉള്ളി മൂത്ത് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താ കുക്കറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടാർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ചെറുപയർ കറി. അങ്ങനെ ഞങ്ങളുടെ ദാവൂണ് ചെറുപയർ കറി, പിന്നെ അതുപോലെ തന്നെ സാലഡ് മുത്തിരിയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ചോറുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചോറുകളിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പിന്നെ കുറച്ച് നേരം മഴ കാണാമെന്ന് വെച്ചിട്ട് നിന്നു കേട്ടോ. അങ്ങനെ 3 പേരിൽ നിന്ന് മഴ കാണുമായിരുന്നു. നല്ല രസമാണ് കേട്ടോ മഴ പെയ്യുന്നത് നോക്കി നിൽക്കാൻ.